അയാൾ ഹാപ്പി ഓണം. അപ്പം നമുക്ക് ഓണം പ്രാർത്ഥിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഗൈസ്, കഴിഞ്ഞ വർഷം ഇവിടെ പൂക്കളൊക്കെ ഭയങ്കര കുറവായിരുന്നു. അപ്പം ഞാനതൊക്കെ ഓർത്ത് പ്ലാൻ ചെയ്തിട്ട് ഞാൻ കുറച്ച് പൂക്കളും ചെടികളൊക്കെ ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഓണത്തിലായപ്പോഴത്തേക്കും ഏറെക്കുറെയൊക്കെ കിളിച്ച് വന്ന് കുറേയൊക്കെ പൂക്കൾ കിട്ടിയിട്ടുണ്ട്. ബട്ട് എന്നാലും നമ്മൾ കുറച്ച് പുറത്തുനിന്ന് മേടിച്ചു. അവിടെ എന്നാലും മോസ്റ്റ് ഓഫ് ദം നമ്മുടെ വീട്ടിൽ തന്നെയാണ്. അപ്പോഴത്തേക്ക് കുറച്ച് പൂക്കൾ തലേദിവസം പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ചുകൂടെ ഉണ്ട്. കുറേയൊക്കെ നിൽക്കുന്നു. അപ്പം ഫസ്റ്റ് നമുക്ക് ബേസിക് ഒന്ന് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഇനി എക്സ്ട്രാ പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറിക്കാമല്ലോ. അതെ, അപ്പം പൂക്കളം ഫസ്റ്റ് ഒന്ന് ഇടാം. അപ്പോൾ ഇതാണ് ഞാൻ തലേദിവസം പറിച്ച് വെച്ച കുറച്ച് പൂക്കളും പിന്നെ മേടിച്ച കുറച്ച് പൂക്കളും ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ പ്രാവശ്യം ചുമ്മാ സൈക്കിളിൻ്റെ ടയറിൽ കുറച്ച് മണലൊക്കെ ഇങ്ങനെ നിറച്ച് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചത്. അതാകുമ്പം പൂക്കളിടാനും എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് നെറ്റിലൊക്കെ സെർച്ച് ചെയ്തൊരു ഡിസൈനൊക്കെ എടുത്ത് ഞാനിങ്ങനെ പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം ഇട്ട് എങ്ങനെ വരുമെന്ന്. ഇന്നും നല്ല വെയിലായിട്ടുണ്ട്. പുറയിൽ അനിയനോട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇരിപ്പുണ്ട്. അപ്പം കുറച്ചുകൂടെ പൂ പറിക്കാനുണ്ട്. അപ്പം കുറച്ച് ഫൈനൽ ടച്ചിന് വേണ്ടി കുറച്ച് പൂക്കളൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവനിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളം. ഈ പ്രാവശ്യം ആക്ച്വലി പൂക്കളിടാൻ ഒത്തിരി സമയം എടുത്തു. ഇറ്റ്സ് ലൈക്ക് മോർ ദാൻ 2 hours. 2 മണിക്കൂറിൽ കൂടുതൽ ആക്ച്വലി പൂക്കളിടാൻ സമയം ഇട്ടുണ്ട്. പിന്നെ അങ്ങനെ അതിപ്പത്തിന് അനിയനോട് ഹെൽപ്പ് ചെയ്യാൻ വന്നു. പാവം എൻ്റെ കുഞ്ഞിക്കുട്ടൻ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പൂക്കളവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനൽ ടച്ചിലാണ്. അപ്പം എൻ്റെ ക്രിയേറ്റീവ് ഹെഡാണ് എൻ്റെ അനിയൻ. ഓക്കെ, അപ്പോൾ ഈ നെക്സ്റ്റ് നമുക്ക് സദ്യക്ക് വേണ്ടിയുള്ള ഇല വെട്ടാൻ പോകാം. അപ്പം ഞാനിങ്ങനെ അയക്കത്തൂടെ ഞാനും അച്ഛനും പിന്നെ അനിയനും ഉണ്ട്. ഞങ്ങളെല്ലാം പോയി ഇല വെട്ടിയിട്ട് വരാം. ഓണത്തിലേക്കുള്ള ഓൾമോസ്റ്റ് എവറിത്തിങ് ഈസ് റെഡി. ലൈക്ക് പായസം, സദ്യ, പൂക്കളം, ഇല, എവറിത്തിങ് ഈസ് റെഡി. ഇനി നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഫുൾ ഓണം ലുക്കിലേക്ക് വരാം. ഓക്കെ, അങ്ങനെ ഓണത്തിൻ്റെ സംഭവത്തിൽ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഫോട്ടോസും അതൊക്കെ എടുക്കാൻ വേണ്ടി തങ്കുനെ വിളിച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ. ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇനി ഇല തുടച്ച് സെറ്റാക്കണം. അപ്പം ഞാൻ പോയി ഇല തുടച്ചിട്ട് വരാം. അങ്ങനെ വിളക്കിൻ്റെ മുന്നിലും സദ്യയൊക്കെ വെച്ചു. ഇനി നമുക്ക് കഴിക്കാനുള്ള സദ്യയും കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് എല്ലാം വിളമ്പുകയാണ്. ഒന്ന് പെട്ടെന്ന് പോയി വിളമ്പിട്ട് സദ്യ കഴിക്കാം. നമുക്ക് സദ്യ കഴിക്കാം. സദ്യയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ. ഇത് പൈനാപ്പിൾ പച്ചടി, ബീട്രൂട്ട് പച്ചടി, വെണ്ടയ്ക്ക പച്ചടി, തോരൻ, അവിയൽ, പാവയ്ക്ക മെഴുക്ക് പുരട്ടി, അച്ചാറ്, പപ്പടം, പിന്നെ ഒരു കളിയടക്കണ എന്നത് ഞാൻ നേരത്തെ കഴിച്ചു. അപ്പം ഞാൻ പോയി എൻ്റെ സദ്യ കഴിക്കട്ടെ. ടാറ്റാ.